ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈയിടെ മലയാളത്തിൽ ഇറങ്ങിയ നല്ലൊരു കോമഡിയും ത്രില്ലറും ആശയമായി ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയാണ് കാണാൻ പോകുന്നത്. സിനിമ ആരംഭിക്കുന്നത് രാത്രിയിലാണ്. റോസി എന്ന കൊച്ചുകുട്ടിയുമായി അവളുടെ ഊമയായ അച്ഛനും ഒരു ചെറിയ വള്ളത്തിൽ നദി മുറിച്ചു കടക്കുകയാണ്. അപ്പോൾ അവിടെ ശരീരമാസകലം മുറിവുകളുമായി ഒരാൾ കിടക്കുന്നത് അവർ കാണുന്നുണ്ട്. റോസിയുടെ അച്ഛൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾക്ക് ബോധമില്ലെന്ന് മനസ്സിലാവുകയും അയാളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി മുറിവുകൾ വെച്ചുകെട്ടി ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ആ പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്നു. അപ്പോഴേക്കും ആ വ്യക്തിക്ക് ബോധം വരുന്നു. റോസിയുടെ അച്ഛൻ ആംഗ്യ ഭാഷയിലൂടെ റോസിയോട് അയാളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതുവരെ ഇവിടെ വിശ്രമിക്കാമെന്നും തങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്നും സുരക്ഷിതനായിരിക്കുമെന്നും പറയാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ റോസിയുടെ അച്ഛൻ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി പുറത്തു പോകുന്നു. കുറച്ചു കഴിഞ്ഞ് റോസിയെ കണ്ട് ആ വ്യക്തി അവളോട് ചോദിക്കുന്നു, റോസി, നീ സ്കൂളിൽ പോകുന്നില്ലേ എന്ന്. അതിന് റോസി മറുപടി നൽകുന്നു, എനിക്ക് പനിയാണ്. ഞാനിപ്പോൾ സ്കൂളിൽ പോയാൽ എന്റെ കൂട്ടുകാർക്കും പനി വരില്ലേ, അതുകൊണ്ടാണ് പോകാത്തത്. പിന്നീട് അവൾ ആ വ്യക്തിയുടെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് ചോദിക്കുന്നു, അങ്കിളിന്റെ ശരീരത്തിൽ ഇത്രയധികം മുറിവുകൾ എങ്ങനെയാണ് വന്നത്? എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. എനിക്ക് കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അത് കേട്ട ആ വ്യക്തി പറയുന്നു, അതൊരു വലിയ കഥയാണ്. ആദ്യം ഞാൻ നിനക്ക് കുഞ്ഞൂട്ടന്റെ കഥ പറഞ്ഞു തരാം. അവൻ പൊക്കം കുറഞ്ഞവനാണെങ്കിലും വളരെ മിടുക്കനാണ്. അവൻ ഒരു കർഷകനാണ്. അതുകൂടാതെ മറ്റു പല ബിസിനസ്സുകളും ചെയ്ത് ഗ്രാമത്തിലെ ഒരു ധനികനായി മാറി. ഇങ്ങനെ അയാൾ കഥ പറഞ്ഞു തുടങ്ങുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞൂട്ടൻ താമസിക്കുന്ന അതേ ഗ്രാമത്തിലെ ഒരു ഹോട്ടൽ കാണിക്കുന്നു. ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന രംഗൻ എന്നയാൾ ദേഷ്യത്തിൽ പൂരി ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ഹോട്ടൽ ഉടമയെ ചീത്ത വിളിക്കുകയാണ്. ഞാൻ ഈ ഹോട്ടലിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി ഒരുപാട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ടും ഈ ഉടമ എനിക്ക് ശരിക്ക് ശമ്പളം പോലും തരുന്നില്ല. ഇന്ന് ശമ്പളം തന്നില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തി പോകും എന്ന് പറഞ്ഞ് അയാൾ തന്റെ ബാഗും എടുത്ത് ദേഷ്യത്തിൽ ഉടമയുടെ അടുത്തേക്ക് പോകുന്നു. ഇതുവരെയുള്ള ശമ്പളം മുഴുവൻ തന്നാൽ മാത്രമേ ഞാൻ ഇനി ഇവിടെ ജോലി ചെയ്യൂ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈ പണി നിർത്തി പോകുന്നു എന്ന് പറയുന്നു. അത് കേട്ട് ഹോട്ടൽ ഉടമ വളരെ ശാന്തനായി പറയുന്നു, ശമ്പളമോ? എന്ത് ശമ്പളം? ഞാൻ നിന്നെ എന്റെ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്താൽ ആരെങ്കിലും ശമ്പളം കൊടുക്കുമോ? പോയി പൂരി ഉണ്ടാക്ക്, കസ്റ്റമേഴ്സ് വരാനുള്ള സമയമായി. ഇത് കേട്ട് രംഗന്റെ ദേഷ്യം കൂടുന്നു. ഞാൻ ഇനി ഈ ഹോട്ടലിൽ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. അതേസമയം ഒരു സുന്ദരിയായ സ്ത്രീ ഓട്ടോയിൽ നിന്നിറങ്ങി നേരെ ഹോട്ടലിലേക്ക് വന്ന് ഉടമയോട് സംസാരിക്കുന്നു. രംഗൻ പോകാതെ ആ സ്ത്രീയെ തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഉടമ രംഗനോട് പറയുന്നു, നീ ഇനി ഇവിടെ ജോലി ചെയ്യില്ലെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് മുതൽ ഈ മങ്ക ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്യും. നീ പോയിക്കോളൂ. അത് കേട്ട് ഞെട്ടിപ്പോയ രംഗന്റെ ദേഷ്യം മുഴുവൻ മാറുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നമ്മളൊരു കുടുംബമല്ലേ, ഇടയ്ക്ക് ദേഷ്യപ്പെടാറില്ലേ? അതിന് ഞാൻ ഹോട്ടൽ വിട്ടുപോകുമോ? ഇത് നമ്മുടെ ഹോട്ടലാണ്. ഇനി മങ്കയ്ക്ക് ഈ ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് മങ്കയുടെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത സീനിൽ നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ കുഞ്ഞൂട്ടനെ കാണിക്കുന്നു. കുഞ്ഞൂട്ടൻ കാണാൻ 2 അടിയുടെ പൊക്കമേയുള്ളൂ. പക്ഷേ തന്റെ ഗ്രാമത്തിൽ കൃഷിയോടൊപ്പം പലതരം ബിസിനസ്സുകളും ഫാക്ടറികളും നടത്തി ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. കുഞ്ഞൂട്ടൻ ആകെയുള്ള ഒരേ ഒരു ആഗ്രഹം തന്റെ വിവാഹമാണ്. അതിനുവേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം കുഞ്ഞൂട്ടൻ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിലേക്ക് വരുമ്പോൾ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് നാട്ടുകാരിൽ നിന്ന് അറിയുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ആ കുട്ടി മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ ഏകദേശം 20 ലക്ഷം രൂപ ചെലവ് വരും. വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം ചേർന്ന് തങ്ങളുടെ കയ്യിലുള്ള പണം നൽകി 5 ലക്ഷം രൂപ വരെ സ്വരൂപിച്ചിട്ടുണ്ട്. ബാക്കി പണം എങ്ങനെ കണ്ടെത്തുമെന്ന് അവർക്കറിയില്ല. ഇതെല്ലാം കേട്ട കുഞ്ഞൂട്ടൻ അല്പം വികാരഭരിതനായി അവരോട് പറയുന്നു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ആ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കും. യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നമുള്ളത് തന്റെ ടീച്ചറുടെ മകൾക്കാണെന്നറിഞ്ഞപ്പോൾ ഓപ്പറേഷന് വേണ്ട 20 ലക്ഷം രൂപയും താൻ നൽകാമെന്ന് കുഞ്ഞൂട്ടൻ ഉറപ്പു നൽകുന്നു. ഇത് കേട്ട നാട്ടുകാരെല്ലാം കുഞ്ഞൂട്ടന്റെ നല്ല മനസ്സിനെ പുകഴ്ത്തുന്നു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ കുഞ്ഞൂട്ടൻ എപ്പോഴും മുന്നിലുണ്ടാകുമെന്ന് അവർ പരസ്പരം പറയുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ കുഞ്ഞൂട്ടന്റെ ചേട്ടൻ ശിവൻ തന്റെ അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അവളുടെ വിവരങ്ങൾ പറയുന്നു. കുഞ്ഞൂട്ടന്റെ പ്രൊഫൈൽ ഒരു മാട്രിമോണി വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈഷ്ണവി എന്ന പെൺകുട്ടി ആ വെബ്സൈറ്റിൽ കുഞ്ഞൂട്ടന്റെ പ്രൊഫൈൽ കണ്ട് വിവാഹാലോചനയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവൾക്ക് കുഞ്ഞൂട്ടനെയും കുടുംബത്തെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വിവരം ശിവൻ അമ്മയോട് പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാകുന്നു. എന്നാൽ കുഞ്ഞൂട്ടന്റെ പൊക്കത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഈ ബന്ധം മുടങ്ങിപ്പോകുമോ എന്നവർക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ വിഷയം ശിവനോട് ചോദിക്കുമ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഞാൻ കുഞ്ഞൂട്ടന്റെ എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് ആ കുട്ടി കാണണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ശിവൻ പറയുന്നു. അത് കേട്ട് കുഞ്ഞൂട്ടന്റെ അമ്മയ്ക്ക് സമാധാനമായി.
ഒടുവിൽ എന്റെ മകന് ഒരു കല്യാണം നടക്കാൻ പോകുന്നു എന്ന് സന്തോഷിച്ച് അവർ വൈഷ്ണവിയുടെ ഫോട്ടോ കുഞ്ഞൂട്ടൻ അയച്ചു കൊടുക്കുന്നു. വൈഷ്ണവിയുടെ ഫോട്ടോ കണ്ട് ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി തനിക്ക് ഭാര്യയായി വരാൻ പോകുന്നല്ലോ എന്നോർത്ത് കുഞ്ഞൂട്ടന് അതിയായ സന്തോഷം തോന്നുന്നു. അവൻ വൈഷ്ണവിയുടെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കുന്നു. ഒട്ടും വൈകാതെ വൈഷ്ണവിയുടെ കുടുംബവുമായി വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ദിവസം നിശ്ചയിക്കാൻ അവൻ അമ്മയോട് പറയുന്നു. അടുത്ത സീനിൽ അതേ ദിവസം രാത്രി കുഞ്ഞൂട്ടൻ തന്റെ കൂട്ടുകാരോട് തനിക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്നും പെൺകുട്ടി വളരെ സുന്ദരിയാണെന്നും ഈ ബന്ധം ഉറപ്പാണെന്നും പറഞ്ഞ് സന്തോഷിക്കുന്നു. ഇത് കേട്ട കൂട്ടുകാർ, അപ്പോൾ നീ പെട്ടെന്ന് തന്നെ കല്യാണ ചെറുക്കനാകാൻ പോവുകയാണല്ലേ, എങ്കിൽ നീ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കല്യാണശേഷം ഭാര്യയുമായി സന്തോഷമായിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നീ മുൻകൂട്ടി അറിയണം എന്ന് പറയുന്നു. അത് കേട്ട് കുഞ്ഞൂട്ടൻ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ വ്യക്തമായി പറയാൻ ആവശ്യപ്പെടുന്നു. അതിന് കൂട്ടുകാർ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാകില്ല, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുഞ്ഞൂട്ടിനെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വിവാഹശേഷം ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്നും എന്ത് ചെയ്യണമെന്നും ഈ സ്ത്രീ നിന്നെ പഠിപ്പിക്കും. നന്നായി പഠിച്ചോ, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും എന്ന് പറഞ്ഞ് അവർ പോകുന്നു. എന്നാൽ കുഞ്ഞൂട്ടിന് ആ സ്ത്രീയുടെ മുന്നിലും നാണം തോന്നി. അതുകൊണ്ട് ആ സ്ത്രീ തന്നെ കുഞ്ഞൂട്ടിന് ധൈര്യം നൽകി അടുത്തേക്ക് വിളിച്ച് ആലിംഗനം ചെയ്യുന്നു. അതേസമയം പോലീസ് റെയ്ഡിനായി ആ വീട്ടിലേക്ക് വരുന്നു. പോലീസുകാർ അകത്ത് വന്ന് ആ സ്ത്രീയോട് ഇവിടെ വേശ്യാവൃത്തി നടക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്, സത്യം പറയൂ എന്ന് കർശനമായി ചോദിക്കുന്നു. ആ സ്ത്രീ അങ്ങനെയൊന്നുമില്ലെന്ന് പറയുന്നു. പോലീസ് വീട് മുഴുവൻ പരിശോധിക്കുന്നു. പക്ഷെ ആ സ്ത്രീയെ അല്ലാതെ മറ്റാരെയും കണ്ടെത്താനായില്ല. ഇവിടെയാണ് ട്വിസ്റ്റ്. പോലീസിനെ കണ്ടയുടൻ കുഞ്ഞൂട്ടൻ തന്റെ പൊക്കക്കുറവ് മുതലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു തൊട്ടിലിൽ തുണി കൊണ്ട് മുഖം മൂടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അഭിനയിക്കുകയായിരുന്നു. അവനെ കണ്ട പോലീസുകാർ ഒരു കൊച്ചു കുഞ്ഞാണെന്ന് കരുതി അവിടെ നിന്ന് പോകുന്നു. പോലീസ് പോയ ശേഷം ആ സ്ത്രീയും കുഞ്ഞൂട്ടനും ചിലപ്പോഴൊക്കെ പൊക്കക്കുറവും നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ കുഞ്ഞൂട്ടനും കുടുംബവും വൈഷ്ണവിയുടെ വീട്ടിലേക്ക് വിവാഹം ഉറപ്പിക്കാനായി പോകുന്നുണ്ട്. അവിടെ വെച്ച് കുഞ്ഞൂട്ടനും വൈഷ്ണവിയും തനിച്ച് സംസാരിക്കാനായി മാറി നിൽക്കുന്നു. കുഞ്ഞൂട്ടനെ വൈഷ്ണവിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞൂട്ടന്റെ കാര്യമാണെങ്കിൽ പറയാനേ ഇല്ല. കാരണം ഫോട്ടോ കണ്ടപ്പോൾ മുതൽ വൈഷ്ണവി തന്റെ ഭാര്യയാണെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഇരു കുടുംബങ്ങൾക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ വിവാഹം നടത്താൻ തീരുമാനിക്കുകയും തീയതി നിശ്ചയിക്കുകയും ചെയ്യുന്നു. കുഞ്ഞൂട്ടന്റെയും വൈഷ്ണവിയുടെയും വിവാഹം വളരെ ഗംഭീരമായി നടക്കുന്നു. വിവാഹത്തിൽ ഇരു കുടുംബങ്ങളും ഒരുപാട് സന്തോഷിക്കുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ കുഞ്ഞൂട്ടൻ ഒരുപാട് ആഗ്രഹങ്ങളോടെ മുറിയിൽ തന്റെ ഭാര്യ വൈഷ്ണവിക്കായി കാത്തിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വൈഷ്ണവി പതിവ് പോലെ ഒരു ഗ്ലാസ് പാലുമായി മുറിയിലേക്ക് വന്ന് കുഞ്ഞൂട്ടന്റെ അരികിലിരിക്കുന്നു. ആദ്യം അവർ കുറച്ചു നേരം സംസാരിക്കുന്നു. കുഞ്ഞൂട്ടൻ തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വൈഷ്ണവിയോട് പറയുന്നു. വൈഷ്ണവി തിരിച്ചും അവളെ കുറിച്ച് പറയുന്നുണ്ട്. കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം കുഞ്ഞൂട്ടൻ വൈഷ്ണവിയുടെ കയ്യിൽ പിടിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ വൈഷ്ണവിയുടെ അമ്മായി അങ്ങോട്ട് വന്ന് വൈഷ്ണവിയുടെ മുത്തശ്ശൻ അമിതമായി മദ്യപിച്ച് ബോധം കെട്ടുപോയെന്നും അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണെന്നും പറയുന്നു. ഇതോടെ വൈഷ്ണവിയോടൊപ്പം എല്ലാവരും ആംബുലൻസിൽ മുത്തശ്ശനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ പുറത്തു നിൽക്കുന്ന കുഞ്ഞൂട്ടൻ മനസ്സിൽ വിചാരിക്കുന്നു, എന്റെ ആദ്യ രാത്രിയിൽ തന്നെ ഈ കിഴവൻ ഇത്രയും കുടിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അപ്പോൾ വൈഷ്ണവിയുടെ മുത്തശ്ശനെ ചികിത്സിച്ച ഡോക്ടർ പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ ജീവന് ആപത്തൊന്നുമില്ലെന്നും എന്നാൽ വിശ്രമം ആവശ്യമാണെന്നും പറയുന്നു. ഇത് കേട്ട കുഞ്ഞൂട്ടന് സന്തോഷമായി. അവൻ വൈഷ്ണവിയോട്, മുത്തശ്ശൻ സുഖമായിരിക്കുന്നു, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. എന്നാൽ വൈഷ്ണവി അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ മുത്തശ്ശനെ കാണാനായി മുറിയിലേക്ക് പോകുന്നു. അങ്ങനെ കുഞ്ഞൂട്ടന്റെ ആദ്യ രാത്രി ആശുപത്രിയിൽ തന്നെ അവസാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ മുത്തശ്ശനെയും കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വരുന്നു. ഈ മുത്തശ്ശൻ എന്റെ ആദ്യ രാത്രിയുടെ സന്തോഷം നശിപ്പിച്ചു. ഇന്ന് രാത്രി എന്തായാലും വൈഷ്ണവിയോടൊപ്പം സന്തോഷിക്കണം. ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ആദ്യ രാത്രിക്ക് ഒരു തടസ്സവും ഉണ്ടാക്കരുതേ എന്ന് കുഞ്ഞൂട്ടൻ പ്രാർത്ഥിക്കുന്നു. പകൽ മുഴുവൻ രാത്രിയാകാനായി കുഞ്ഞൂട്ടൻ കാത്തിരിക്കുന്നു. അങ്ങനെ അതേ ദിവസം വൈകുന്നേരം കുഞ്ഞൂട്ടൻ വൈഷ്ണവിക്കായി മധുരം വാങ്ങി കൊണ്ടുവരുന്നു. രാത്രിയായപ്പോൾ ഇരുവരും മധുരം കഴിച്ച് കട്ടിലിൽ കിടന്ന് സംസാരിക്കുന്നു. കുഞ്ഞൂട്ടൻ വൈഷ്ണവിയോട് കുടുംബത്തെക്കുറിച്ചും നമുക്ക് എത്ര കുട്ടികൾ വേണം, അവർക്ക് എന്ത് പേരിടാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും വൈഷ്ണവി കുഞ്ഞൂട്ടന്റെ സംസാരം കേട്ട് ഉറങ്ങിപ്പോയിരുന്നു. ഉറങ്ങുന്ന വൈഷ്ണവിയെ കണ്ട് ഞെട്ടിപ്പോയ കുഞ്ഞൂട്ടൻ അവളെ ഉണർത്തി ശല്യപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇന്നും ആദ്യ രാത്രി നശിച്ചു എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരൻ ഫോൺ ചെയ്ത് ചോദിക്കുന്നു, എന്താണ് അടിച്ചു പൊളിക്കുകയാണോ എന്ന്. അത് കേട്ട് ദേഷ്യം വന്ന കുഞ്ഞൂട്ടൻ ഫോൺ എടുത്ത് വൈഷ്ണവിയുടെ മുഖത്തിനടുത്ത് പിടിച്ച് അവളുടെ കൂർക്കം വലിയുടെ ശബ്ദം കേൾപ്പിക്കുന്നു. ആ ശബ്ദം കേട്ട കൂട്ടുകാരൻ ചോദിക്കുന്നു, എന്താടാ ഈ ശബ്ദം? നിന്റെ ആദ്യ രാത്രിയല്ലേ? നീ എന്താ ഫാക്ടറിയിൽ പണിയെടുക്കുകയാണോ എന്ന്. എന്താ ഈ മെഷീൻ ശബ്ദം എന്നും ചോദിക്കുന്നു. അതിന് കുഞ്ഞൂട്ടൻ മറുപടി നൽകുന്നുണ്ട്, ഇത് മെഷീൻ ശബ്ദമല്ലടാ, നിന്റെ ഏട്ടത്തിയുടെ കൂർക്കം വലിയുടെ ശബ്ദമാണ്. അവൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഇത് കേട്ട് കൂട്ടുകാരനും ഞെട്ടിപ്പോകുന്നു. അടുത്ത ദിവസവും വൈഷ്ണവി കിടപ്പുമുറിയിൽ വന്നയുടനെ കുഞ്ഞൂട്ടനെ കുറിച്ച് ചിന്തിക്കാതെ നന്നായി ഉറങ്ങുന്നു.
എല്ലാ ദിവസവും രാത്രി കുഞ്ഞൂട്ടൻ ഇന്ന് തന്റെ ആദ്യ രാത്രി നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയും വൈഷ്ണവി മുറിയിൽ വന്നയുടനെ കൂർക്കം വലിച്ചുറങ്ങുകയും ചെയ്യുന്നത് പതിവാകുന്നു. ഇതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കുഞ്ഞൂട്ടൻ നന്നായി ആലോചിച്ച് അടുത്ത ദിവസം കൂട്ടുകാരനെ കണ്ട് നടന്നതെല്ലാം പറയുന്നു. അത് കേട്ട് കൂട്ടുകാരൻ പറയുന്നു, എനിക്ക് നിന്റെ പ്രശ്നം വ്യക്തമായി മനസ്സിലായി. ആദ്യ രാത്രിയിൽ നിന്റെ ഭാര്യ ആദ്യ പടി എടുക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യം സംഭരിച്ച് നീ ഒരു ചുവട് മുന്നോട്ട് വെക്കണം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പഴയ ബൈക്ക് ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ സർവീസ് ചെയ്താൽ വീണ്ടും സൂപ്പറായി ഓടില്ലേ. എല്ലാ കാര്യത്തിലും തുടക്കത്തിൽ ഒരു പ്രശ്നമുണ്ടാകും. ഏടത്തേക്കും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ ഒരു ചുവട് മുന്നോട്ട് വെച്ചു നോക്കൂ, പിന്നെ എല്ലാം ശരിയാകും. അത് കേട്ട് കുഞ്ഞൂട്ടനും ആ ആശയം ശരിയാണെന്ന് തോന്നുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ അതേ ദിവസം രാത്രി കുഞ്ഞൂട്ടൻ തന്റെ കിടപ്പുമുറിയിൽ ഇരുന്ന് കൂട്ടുകാരൻ പറഞ്ഞ വാക്കുകൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് വൈഷ്ണവി പതിവ് പോലെ കിടപ്പുമുറിയിലേക്ക് വന്ന് ഉറങ്ങുന്നു. എന്നാൽ ഇത്തവണ കുഞ്ഞൂട്ടൻ വൈഷ്ണവി ഉറങ്ങുകയാണെങ്കിലും അവളുടെ അരികിൽ കിടന്ന് അവളെ തൊട്ട് ഉറങ്ങുന്ന വൈഷ്ണവിയെ ചുംബിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വൈഷ്ണവി ഉണർന്ന് തന്നെ ചുംബിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞൂട്ടനെ കണ്ട് ഞെട്ടി ദേഷ്യത്തിൽ തള്ളി മാറ്റി ചോദിക്കുന്നു, എന്റെ അനുവാദമില്ലാതെ എന്റെ അടുത്തു വന്ന് എന്നെ എങ്ങനെ ചുംബിക്കാൻ ശ്രമിച്ചു? അത് കേട്ട് ഞെട്ടിപ്പോയ കുഞ്ഞൂട്ടൻ പറയുന്നു, അതെന്താ, നിന്റെ അനുവാദം എന്തിനാണ്? നീ എന്റെ ഭാര്യയല്ലേ, ഞാൻ നിന്റെ ഭർത്താവല്ലേ, ചുംബിച്ചാൽ എന്താ കുഴപ്പം? അതിന് വൈഷ്ണവി എങ്കിലും അനുവാദം ചോദിക്കണമായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ട് കുഞ്ഞൂട്ടൻ വൈഷ്ണവി തന്നെ വിവാഹം കഴിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ലെന്നും തന്റെ സ്വത്തും പണവും കണ്ടിട്ടാണെന്നും കരുതുന്നു. അതേ വിഷയം വൈഷ്ണവിയോട് ചോദിക്കുന്നു, ഇതല്ലേ സത്യം? പണത്തിന് വേണ്ടിയല്ലേ നീ എന്നെ വിവാഹം കഴിച്ചത്? അത് കേട്ട് വൈഷ്ണവിക്ക് ദേഷ്യം വരുന്നു. അപ്പോൾ ഞാൻ പണത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പെണ്ണായിട്ടാണോ നിനക്ക് തോന്നുന്നത് എന്ന് ദേഷ്യത്തിൽ ചോദിച്ച് കുഞ്ഞൂട്ടനെ മുറിയിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുന്നു. ഇതോടെ കുഞ്ഞൂട്ടൻ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയന്ന് ഉറക്കെ നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് കുഞ്ഞൂട്ടന്റെ ചേട്ടനും ഏടത്തിയും അവിടേക്ക് വന്ന് കരയുന്ന വൈഷ്ണവിയോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. വൈഷ്ണവി കരഞ്ഞുകൊണ്ട് നടന്നതെല്ലാം പറയുന്നു. ഒപ്പം തന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ വൈഷ്ണവിക്ക് ചെറുപ്പത്തിൽ നൃത്തം ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ അവളെ ഒരു ഡാൻസ് മാസ്റ്ററിന്റെ അടുത്തേക്ക് പഠിക്കാൻ അയച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വൈഷ്ണവി നൃത്തം പരിശീലിക്കാനായി ആ അധ്യാപകന്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ മറ്റു പല വിദ്യാർത്ഥികളും നൃത്തം പഠിക്കാൻ വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വൈഷ്ണവി പരിശീലനത്തിനായി നേരത്തെ എത്തി. അപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ട് ഡാൻസ് മാസ്റ്റർ വൈഷ്ണവിയെ നൃത്തം പഠിപ്പിക്കുന്നു എന്ന വ്യാജേന അവളെ പലയിടത്തും സ്പർശിക്കുകയും അടുത്തേക്ക് പിടിച്ച് മോശമായി പെരുമാറുകയും ചെയ്തു. അതോടെ ഭയന്നുപോയ വൈഷ്ണവി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അന്നു മുതൽ വൈഷ്ണവിക്ക് അന്യപുരുഷന്മാർ അടുത്തു വരുന്നത് തന്നെ ഭയമായി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇനി വിവാഹം കഴിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ മാതാപിതാക്കൾ അവളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ മാട്രിമോണിയിൽ കുഞ്ഞൂട്ടന്റെ പ്രൊഫൈൽ കണ്ട വൈഷ്ണവി ഒരു പദ്ധതി ആലോചിച്ചു. കുഞ്ഞൂട്ടൻ പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ട് അയാളെ വിവാഹം കഴിച്ചാൽ മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും കുഞ്ഞൂട്ടനുമായി ശാരീരികമായി ബന്ധപ്പെടാതെ ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്നും അവൾ കരുതി. യഥാർത്ഥത്തിൽ വൈഷ്ണവിക്ക് കുഞ്ഞൂട്ടനെ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ശാരീരികമായി അടുക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇതെല്ലാം വൈഷ്ണവി അവരോട് പറഞ്ഞ് കുഞ്ഞൂട്ടൻ മറ്റുള്ളവരെ പോലെ അല്ലെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ അവനെ പണത്തിനു വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്ന് അവൻ ഇപ്പോൾ കരുതുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നു. അത് കേട്ട കുഞ്ഞൂട്ടൻ, ക്ഷമിക്കണം വൈഷ്ണവി, എനിക്ക് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു എന്ന് എത്രയൊക്കെ അപേക്ഷിച്ചിട്ടും വൈഷ്ണവി, എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ലഗേജും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. വൈഷ്ണവി തന്നെ ഉപേക്ഷിച്ചു പോയതോടെ കുഞ്ഞൂട്ടൻ ഒരുപാട് വിഷമിക്കുന്നു. അവൻ വീണ്ടും ഒറ്റപ്പെടുന്നുണ്ട്. ഇതിൽ എന്റെ തെറ്റെന്താണ്? വൈഷ്ണവി ഇതെല്ലാം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. ഇതെല്ലാം എന്റെ പൊക്കം കുറവായത് കൊണ്ടാണ്. എനിക്ക് സാധാരണക്കാരെ പോലെ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വൈഷ്ണവിയോടൊപ്പം സന്തോഷമായി ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നടന്നതോർത്ത് വിഷമിച്ച് തന്റെ ബിസിനസ്സുകളിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാതെ ആകുന്നു. കുഞ്ഞൂട്ടനെ ആ അവസ്ഥയിൽ കണ്ട് വിഷമിച്ച കുടുംബാംഗങ്ങൾ അവന് വീണ്ടും ഒരു വിവാഹം നടത്തിയാൽ ശരിയാകുമെന്ന് കരുതി ഒരു ദിവസം ഒരു പണ്ഡിതനെ വീട്ടിലേക്ക് വിളിച്ച് നടന്നതെല്ലാം പറഞ്ഞ് കുഞ്ഞൂട്ടന്റെ ജീവിതത്തിൽ രണ്ടാമതൊരു വിവാഹത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് പണ്ഡിതൻ അവന്റെ ജാതകം നോക്കി കുഞ്ഞൂട്ടന്റെ ജീവിതത്തിൽ ഒരു വിവാഹമേ എഴുതിയിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ പൂജകളുടെ ഫലമായി ദൈവം അവന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു പെൺകുട്ടിയെ അയച്ചേക്കാം എന്ന് പറയുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ചു ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇവിടെ ദിവ്യ എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. ദിവ്യ കർഷകരുടെ ജീവിതശൈലിയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഫിലിം എടുക്കുന്നതിനായി അതേ ഗ്രാമത്തിലെത്തി കുഞ്ഞൂട്ടന്റെ അച്ഛനെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദിവ്യ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന കുഞ്ഞൂട്ടന്റെ കുടുംബ ഫോട്ടോയിൽ അവന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ട് അല്പം ഞെട്ടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ദിവ്യയും കുഞ്ഞൂട്ടനും കുട്ടിക്കാലത്ത് സ്കൂളിൽ കൂട്ടുകാരായിരുന്നു.
സ്കൂൾ പഠനത്തിന് ശേഷം ദിവ്യയുടെ കുടുംബം നഗരത്തിലേക്ക് താമസം മാറിയിരുന്നു. ദിവ്യ കുഞ്ഞൂട്ടന്റെ നമ്പർ വാങ്ങി അവനെ വിളിച്ച് കാണാനായി ഒരിടത്ത് വരാൻ പറയുന്നു. എന്നാൽ കുഞ്ഞൂട്ടന് ആ പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ദിവ്യ പറഞ്ഞ സ്ഥലത്തെത്തിയ കുഞ്ഞൂട്ടനെ അവർ കുട്ടിക്കാലത്ത് പഠിച്ച സ്കൂളിനടുത്തേക്ക് കൊണ്ടുപോയി തങ്ങളുടെ സൗഹൃദത്തിന്റെ ഓർമ്മകളെല്ലാം ഓർമ്മിപ്പിക്കുന്നു. അതോടെ കുഞ്ഞൂട്ടന് ഓർമ്മകൾ തിരിച്ചു കിട്ടി ഒരുപാട് സന്തോഷിക്കുകയും ഇരുവരും തങ്ങളുടെ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ ഇരുവരും എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയും അടുപ്പത്തിലാവുകയും ചെയ്യുന്നുണ്ട്. വൈഷ്ണവി ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷം കുഞ്ഞൂട്ടൻ വീണ്ടും സന്തോഷിക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ ഒരു ദിവസം ദേവാനന്ദ് എന്നൊരാൾ കുഞ്ഞൂട്ടന്റെ അടുത്ത് വന്ന്, നീ ദിവ്യയിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ദിവ്യയെ എന്റെ അനിയൻ ഇഷ്ടമാണ്. അവരുടെ വിവാഹം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നീ ദിവ്യയെ കണ്ടാൽ നിന്നെ ഞാൻ ഇതിലും പൊക്കം കുറഞ്ഞവനാക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ട് കുഞ്ഞൂട്ടൻ ചിരിച്ചുകൊണ്ട്, ദിവ്യ എന്റെ പ്രണയം സ്വീകരിച്ചാൽ ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കും. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്തോ എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ദേവാനന്ദ് അടുത്ത ദിവസം കുഞ്ഞൂട്ടന്റെ ഹോട്ടലിനടുത്തേക്ക് വന്ന് അവന്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തള്ളിയിട്ട്, നിന്റെ പൊക്കം കുറഞ്ഞ മകനെ അടക്കി നിർത്തൂ. അവൻ ഇനിയും ദിവ്യയെ കണ്ടാൽ എന്റെ ഉള്ളിലെ രാക്ഷസനെ കാണും. നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി പോകുന്നു. പിന്നീട് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് ദിവ്യ കുഞ്ഞൂട്ടന്റെ വീട്ടിൽ വന്ന് നടന്നതിന് ക്ഷമ ചോദിച്ച്, ദേവാനന്ദിന്റെ അനിയനെ എന്നെ ഇഷ്ടമാണ്. അവൻ എല്ലാ ദിവസവും എന്റെ പിന്നാലെ നടക്കുകയാണ്. അവനിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിച്ചാൽ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അത് കേട്ട് കുഞ്ഞൂട്ടന്റെ അച്ഛൻ ദിവ്യയോട്, നീ വിഷമിക്കേണ്ട മോളെ, എനിക്കറിയാവുന്ന ഒരു പഴയ സുഹൃത്തുണ്ട്. അവനൊരു ഗുസ്തിക്കാരനാണ്. അവനോട് പറഞ്ഞ് ദേവാനന്ദന് ഒരു മുന്നറിയിപ്പ് കൊടുപ്പിക്കാം എന്ന് പറയുന്നു. അവൻ പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടില്ല എന്ന് ഉറപ്പും നൽകുന്നു. തുടർന്ന് കുഞ്ഞൂട്ടൻ തന്റെ അച്ഛന്റെ സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ ആ സുഹൃത്ത് 6 വർഷം മുൻപ് മരിച്ചുപോയെന്ന് അറിയുന്നു. എന്നാൽ അയാളുടെ മകൻ മല്ലി ഒരു ഗുസ്തിക്കാരനാണ്. അതുകൊണ്ട് കുഞ്ഞൂട്ടന് മറ്റു വഴികളില്ലാതെ മല്ലിയുടെ വിവരങ്ങൾ പറഞ്ഞ് ദേവാനന്ദിൽ നിന്ന് തങ്ങൾക്ക് സംരക്ഷണം നൽകാനായി അവനെ ബോഡി ഗാർഡായി തങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത സീനിൽ ഒരു ദിവസം ദിവ്യ കുഞ്ഞൂട്ടനെ കണ്ട് അവന് ദൈവത്തിന്റെ പ്രസാദം നൽകുന്നു. അപ്പോൾ കുഞ്ഞൂട്ടൻ ദിവ്യയ്ക്കായി കൊണ്ടുവന്ന ഒരു മോതിരം അവൾക്ക് നൽകുന്നുണ്ട്. ദിവ്യ ആ മോതിരം വാങ്ങി തന്റെ വിരലിലിടുന്നു. ഇതോടെ ദിവ്യയ്ക്കും തന്നെ ഇഷ്ടമാണെന്ന് കരുതി കുഞ്ഞൂട്ടൻ സന്തോഷിക്കുന്നു. അന്നു മുതൽ ഇരുവരും തമ്മിലുള്ള ബന്ധം ആരംഭിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ഇതിനിടെ ഒരു ദിവസം ദിവ്യ ദേവാനന്ദിനെ കാണാൻ പോയി അവനോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദിവ്യയും അവളുടെ കാമുകൻ അർജുനും ദേവാനന്ദും ചേർന്ന് സ്വർണ്ണക്കടത്ത് ബിസിനസ് നടത്തുകയാണ്. ഒരു പദ്ധതി പ്രകാരം ഇവർ 3 പേരും ചേർന്നാണ് കുഞ്ഞൂട്ടനെ കെണിയിൽപ്പെടുത്തിയത്. ദിവ്യ ദേവാനന്ദിനോട്, കുഞ്ഞൂട്ടൻ കാണാൻ വളരെ ചെറുതാണെങ്കിലും അവന്റെ തല നല്ല ബുദ്ധിയുള്ളതാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞൂട്ടനും അവന്റെ പങ്കാളി ഗൗതമും വലിയ സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ നടത്തുന്നവരാണ്. അവർ കാരണം ദിവ്യയുടെയും അർജുന്റെയും ദേവാനന്ദിന്റെയും പല സ്വർണ്ണ ഇടപാടുകളും റദ്ദാവുകയും ആ ഇടപാടുകളെല്ലാം കുഞ്ഞൂട്ടനും ഗൗതമിനും ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ദിവ്യയുടെ ടീമിന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ഇത്തവണ ഒരു വലിയ സ്വർണ്ണ ഇടപാടിനെ കുറിച്ച് അറിഞ്ഞ ദിവ്യ ആ ഇടപാട് എങ്ങനെയും കുഞ്ഞൂട്ടന്റെ കയ്യിൽ പോകാതെ തങ്ങൾക്ക് ലഭിക്കാനായി ഒരു പദ്ധതിയിട്ടു. കുഞ്ഞൂട്ടന്റെ കുട്ടിക്കാലത്തെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് അവന്റെ കൂടെ കൂടി ആ ഇടപാട് റദ്ദാക്കാൻ വേണ്ടി കുഞ്ഞൂട്ടന് നൽകിയ പ്രസാദത്തിൽ ഒരു രാസവസ്തു കലർത്തിയിരുന്നു. അത് കഴിച്ചാൽ കുഞ്ഞൂട്ടന്റെ തലച്ചോറ് പതുക്കെ പ്രവർത്തിക്കാതാവുകയും അവന് ഭ്രാന്തമായ ചിന്തകൾ വരികയും ചെയ്യും. അപ്പോൾ കുഞ്ഞൂട്ടന് ആ ഇടപാട് നടത്താൻ കഴിയില്ലെന്നായിരുന്നു ദിവ്യയുടെ പദ്ധതി. എന്നാൽ ഇവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് ഉണ്ട്. കുഞ്ഞൂട്ടൻ അവരെക്കാൾ ബുദ്ധിമാനായിരുന്നു. ദിവ്യയെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അവളിൽ സംശയം തോന്നിയിരുന്നു. അവളുമായി അടുപ്പത്തിലാണെന്ന് അഭിനയിച്ച് അവൾക്ക് നൽകിയ മോതിരത്തിൽ ഒരു ട്രാൻസ്മിറ്റർ വെച്ചിരുന്നു. അതിലൂടെ ദിവ്യ ആരാണെന്നും എന്തിനാണ് തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും മനസ്സിലാക്കാനായിരുന്നു അത്. അങ്ങനെ ദിവ്യയും അർജുനും ദേവാനന്ദും സംസാരിക്കുന്നതെല്ലാം കേട്ട കുഞ്ഞൂട്ടന് അവരുടെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലായി. യഥാർത്ഥത്തിൽ ദിവ്യ നൽകിയ പ്രസാദം കുഞ്ഞൂട്ടൻ കഴിച്ചിരുന്നില്ല. ദിവ്യയ്ക്ക് നൽകിയ മോതിരത്തിലെ ട്രാൻസ്മിറ്ററിലൂടെ കുഞ്ഞൂട്ടൻ മനസ്സിലാക്കുന്നത് ഇത്തവണ ദിവ്യയും അർജുനും ദേവാനന്ദും ചേർന്ന് ഒരു വലിയ കണ്ടെയ്നർ നിറയെ സ്വർണം വിദേശത്തേക്ക് കടത്താൻ പോവുകയാണെന്നാണ്. ഈ ഇടപാടിൽ അവരോടൊപ്പം മുഖ്യമന്ത്രിയും പങ്കാളിയാണെന്നും അറിയുന്നുണ്ട്. അതോടെ കുഞ്ഞൂട്ടൻ ഒരു പദ്ധതി പ്രകാരം ദിവ്യയുടെ ടീമിലെ ഒരാളെ പിടിച്ച് നന്നായി തല്ലി ആ സ്വർണ്ണ കണ്ടെയ്നർ എവിടെയാണെന്ന് കണ്ടെത്തുന്നു. മറുവശത്ത് ഈ വലിയ ഇടപാടും കുഞ്ഞൂട്ടൻ തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുമോ എന്ന് ഭയന്ന അർജുൻ ദിവ്യയുടെ കയ്യിലെ മോതിരം കാണുകയും അത് കുഞ്ഞൂട്ടൻ കൊടുത്തതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതായത് തങ്ങളുടെ ഇടപാടിനെ കുറിച്ച് കുഞ്ഞൂട്ടന് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് ഞെട്ടലോടെ മനസ്സിലാക്കി അവർ ഉടൻ തന്നെ സ്വർണ്ണ കണ്ടെയ്നർ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും അവിടെ ഗൗതമും കുഞ്ഞൂട്ടനും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ കുഞ്ഞൂട്ടനും ഗൗതമും സ്വർണ്ണക്കടത്ത് നടത്തുന്ന വലിയ ഡോണുകളാണ്. അപ്പോൾ അർജുൻ അവരോട്, ദയവായി ഈ ഒരു ഇടപാട് ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് അപേക്ഷിക്കുന്നു. അതിന് ഗൗതം ചിരിച്ചുകൊണ്ട്, വെറും ഇടപാടിന്റെ കാര്യമായിരുന്നെങ്കിൽ വിട്ടുതരുമായിരുന്നു,
പക്ഷെ നിങ്ങൾ കുഞ്ഞൂട്ടനെ ഭ്രാന്തനാക്കി കൊല്ലാനായി പ്രസാദത്തിൽ രാസവസ്തു കലർത്തി നൽകി. ഇനി നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അർജുനെ തല്ലുന്നു. അങ്ങനെ അവർക്കിടയിൽ വലിയൊരു സംഘടനം നടക്കുന്നു. അവസാനം ഗൗതമും കുഞ്ഞൂട്ടന്റെ ആളുകളും ദിവ്യയുടെയും അർജുന്റെയും ദേവാനന്ദിന്റെയും സംഘത്തെ തല്ലി സ്വർണ്ണ കണ്ടെയ്നർ സ്വന്തമാക്കുന്നു. അവിടെ നിന്ന് പോയ ശേഷം സിനിമയുടെ തുടക്കത്തിൽ മുറിവുകളുമായി കാണിച്ച് അതേ രാഘവൻ അവിടേക്ക് വരുന്നു. മുറിവേറ്റ് കിടക്കുന്ന ദിവ്യയെ കണ്ട് സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അവനും ദിവ്യയുടെ ആളാണെന്ന് കരുതി ഗൗതം അവനെ തോക്കിനിരയാക്കുന്നു. അതോടെ രാഘവൻ മുറിവുകളുമായി നദിക്കരയിൽ വീഴുന്നു. ഇതെല്ലാം കേട്ട് റോസി ചോദിക്കുന്നു, അങ്കിൾ, കഥയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ കുഞ്ഞൂട്ടന്റെ ജീവിതം വീണ്ടും ഒറ്റയ്ക്കായി പോയോ? അവൻ എല്ലാവരെയും സഹായിക്കുന്നവനല്ലേ, പാവം. അതിന് രാഘവൻ മറുപടി നൽകുന്നു, കുഞ്ഞൂട്ടന്റെ ജീവിതം ഒറ്റയ്ക്കായില്ല. യഥാർത്ഥത്തിൽ വൈഷ്ണവി കുഞ്ഞൂട്ടനെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവന്റെ നല്ല മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുകയും താനാണ് അവനെ തെറ്റിദ്ധരിച്ചതെന്ന് തിരിച്ചറിയുകയും വീണ്ടും അവന്റെ അടുത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഇരുവരും ഒന്നായി സന്തോഷത്തോടെ ജീവിക്കുന്നു. സിനിമയുടെ അവസാനം കുഞ്ഞൂട്ടനെ ഒരു അജ്ഞാതൻ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗൗതമിനെ കുറിച്ച് നീ ഇനിയും ചിലത് അറിയാനുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് കുഞ്ഞൂട്ടൻ ഞെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.